ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറിയ നാമധേയമാണ് മനാഫ്ക. മനാഫ്കയെയും ഷിരൂരിനെയും അർജുന്റെ ലോറിയും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയും ആർക്കും തന്നെ മറക്കാൻ സാധിക്കുകയില്ല. തീർച്ചയായും കേരള സർക്കാരിനെയും കർണാടക സർക്കാരിനെയും മുൾമുനയിൽ നിർത്തിയ ആ അർജുന്റെ ലോറി ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയാം. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യം കാണുമെന്ന് എനിക്കറിയാം. ആ ലോറിയുടെ ഇന്നത്തെ അവസ്ഥ നേരിട്ട് പോയി ഷൂട്ട് ചെയ്ത് ലൈവായി നമ്മളെ കാണിച്ചു തരികയാണ് നമ്മുടെ മനാഫ്ക. ഏതാനും ദൃശ്യങ്ങളിലേക്ക് എല്ലാവരും ക്ഷണിക്കാൻ നമ്മളെ അർജുൻ്റെ ലോറി അത് ಇದು ಲೈಟ್ ಇದೆ ಬರುತ್ತಲ್ಲ നമ്മളെ സ്ട്രോങ് ഈ സൈഡിലുള്ള സ്ട്രോങ് അതിന് വണ്ടി ആയത് കണ്ടില്ല. ഈ സൈഡിലുള്ള സ്ട്രോങ് ആണ് ആദ്യമായിട്ട് സ്കൂബ ഡൈവേഴ്സ് കണ്ടത്. വണ്ടി ഡീസൽ ടാങ്കാണ്, നമ്മൾ പൊളിച്ചതാ. ഗ്യാസ് കട്ടർ വെച്ചിട്ടാ. രണ്ടര മാസം കേരളത്തിനെയും കർണാടകയിനെയും മുൾമുനയിൽ നിർത്തിയ വണ്ടിയാണ്. ഇത്രയും വലിയ വണ്ടിയേനു എവിടാന്ന് പോലും അറിയാതെ കിടന്നത്. അവസാനം 72 ദിവസത്തിന് ശേഷം നമ്മളിത് കണ്ടെത്തി. ഇരുമ്പിൻ്റെ ഡീസൽ ടാങ്കാണ്. ഡീസൽ ടാങ്ക് ഇങ്ങനെ ആയിപ്പോയി. പുതിയ വണ്ടി. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളാരും മറന്നു കാണാൻ സാധ്യതയില്ല. ഈ ലോറി കിട്ടുന്നത് വരെ 72 ദിവസം കേരളക്കര എല്ലാം നെഞ്ചടക്കി പിടിച്ച് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ഏവരും പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നത് ഈ ലോറി ഒന്ന് കിട്ടണേ കിട്ടണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച ദിവസങ്ങൾ നമ്മളാരും മറക്കാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും ആ 72 ദിവസത്തിന് ശേഷം ആ ലോറി ഇങ്ങനെയാണെങ്കിലും കിട്ടിയപ്പോൾ നമുക്ക് അല്പമെങ്കിലും മനസ്സിനൊരു ആശ്വാസവും അതുപോലെ തന്നെ മനാഫ്കയോടൊരു സ്നേഹവും തോന്നി. കാരണം 52 ദിവസവും സ്വന്തം കുടുംബത്തെയും കുട്ടികളുടെയും നാടിനെയും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഊണും ഉറക്കവും ഒന്നുമില്ലാതെ ആ മനുഷ്യൻ ആ ശിരൂർ പുഴയുടെ തീരത്ത് വളരെ വേദനയോടെ നിൽക്കുന്ന രംഗങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. തീർച്ചയായിട്ടും ആ ലോറി ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ കാണുമ്പോൾ ഏവരുടെയും മനസ്സ് ചെറിയൊരു പിടച്ചിലെങ്കിലും ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും എനിക്കറിയാം. തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്ന് മനാഫ്ക നേരിട്ട ആ ചില സോഷ്യൽ മീഡിയകളെയും അതുപോലെ തന്നെ ചില സാമൂഹ്യ മാധ്യമങ്ങളിലുമെല്ലാം വളരെ മോശമായ രീതിയിൽ മനാഫ്ക വേട്ടയാടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ പേരിലായാലും അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിലായാലും ഒരുപാട് വർഗീയപരമായ ചിന്താഗതിയിലുള്ള ആൾക്കാർ ഒരുപാട് രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം മനാഫ്ക ഒട്ടനവധി നല്ല കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ ഈ നാടിനും വേണ്ടി ചെയ്തു തരികയുണ്ടായി. തീർച്ചയായിട്ടും അതിനുശേഷം നമ്മൾ ഈശ്വർ മാൽപ്പയുടെ കുട്ടികളെ കേരളത്തിലെത്തിക്കുകയും അവരുടെ ചികിത്സ ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ പുലമന്തോൾ ആയുർവേദിക് ഹോസ്പിറ്റലിൽ കുട്ടികളെ അഡ്മിറ്റാക്കുകയും 21 ദിവസത്തെ ചികിത്സ അവിടെ പൂർത്തിയാക്കിയതിനു ശേഷം ആ മക്കൾ 23 കൊല്ലം ആ മക്കൾക്ക് ഇല്ലാത്ത ഒരു പുരോഗതി 25 ദിവസം കൊണ്ട് ആ പുലമന്തൂർ ആയുർവേദിക് ഹോസ്പിറ്റലിൽ നിന്നും ഉണ്ടാവുകയും ആ ചെറിയ മോളും അതുപോലെ തന്നെ ഈശ്വർ മാൽപ്പയുടെ മകനും വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കേരളക്കര വിട്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം
ഈശ്വർ മാൽപ്പയ്ക്ക് വീടുണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ സ്കൂബിയുടെയിൽപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി മനാഫ്ക ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതും ആ ട്രസ്റ്റിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചില സോഷ്യൽ മീഡിയയിൽ വളരെ മോശമായ, വളരെ മൃഗീയമായ അദ്ദേഹത്തിനെ, കുടുംബത്തിനെയും അതുപോലെ തന്നെ ഫാമിലിയെയും അദ്ദേഹത്തിന്റെ മതത്തെയും എല്ലാം വലിച്ചയച്ചുകൊണ്ട് വളരെ മൃഗീയമായ ആക്രമണങ്ങൾ ചില സോഷ്യൽ മീഡിയ ചാനലുകളും അയച്ചുവിടുകയാണ്. അതിൽ മനംനൊന്ത് നമ്മുടെ മനാഫ്ക ആ പേജ് അവിടെ ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും അദ്ദേഹം നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഇവരുടെയും മനസ്സിന് സങ്കടം തരുന്ന ഒരവസ്ഥയാണ്. കാരണം ആരും സമൂഹത്തിന് വേണ്ടി നന്മകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും ആരെങ്കിലും സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എതിർക്കുകയും അവരെ കല്ലെറിയുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മനാഫ്ക പറയുന്നത്, താൻ എന്നെ കൊണ്ട് പറ്റുന്ന, തൻ്റെ കഴിവിനു എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്ന തൻ്റെ സാമ്പത്തിക അവസ്ഥ വെച്ച് എന്തെങ്കിലും എനിക്ക് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ താൻ ചെയ്യും. അത് മറ്റാർക്കും തടയാൻ സാധിക്കില്ലല്ലോ എന്നാണ് മനാഫ്ക പറയുന്നത്. മനാഫ്ക ഇപ്പോൾ അത്തരം സ്വന്തം പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ വണ്ടിയുടെ അവസ്ഥ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ കാരണം. തീർച്ചയായിട്ടും പണ്ടത്തെ കാര്യങ്ങൾ ആരും മറന്നു പോകരുത് എന്നുള്ള ഒരു ചെറിയൊരു ഉപദേശം കൂടി നമ്മൾ ഈ വീഡിയോയിൽ ആൾക്കാർക്ക് നൽകുകയാണ്. തീർച്ചയായിട്ടും മനാഫ്കക്ക് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനും അതുപോലെ തന്നെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഈ നാടിനും ഈ രാജ്യത്തിനും ചെയ്തു തരാനും സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ പകർത്തിക്കൊണ്ട് മനാഫ്ക തന്നെ പറയുന്നുണ്ട്, വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങൾ അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് വളരെ വേദനാജനകമായി തോന്നിയേക്കാം. തീർച്ചയായിട്ടും ആ വണ്ടി അവിടെ ഇട്ടതിന്റെ പേരിൽ കർണാടക സർക്കാർ ഇന്ന് നമ്മുടെ മനാഫ്കക്കെതിരെ ഏകദേശം 2-3 കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. ആ വണ്ടി അവിടെ നിന്ന് ഏതാനും ദിവസങ്ങൾക്കകം മാറ്റുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മുടെ മനാഫ്ക ശിരൂരിൽ എത്തിയതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും മനാഫ്കക്ക് പൂർവാധികം ശക്തിയോടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്കും നമ്മുടെ നാടിനും വേണ്ടി ചെയ്തു തരാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ വെച്ച് നിർത്തുന്നു. തീർത്തും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.